വെടിനിർത്തൽ പൊളിയുന്നു. ലബനനിൽ 100ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. യുഎസും ഇറാനും തമ്മിൽ ധാരണയായ വെടിനിർത്തലിന്റെ ഭാവി ആശങ്കയിലായി. ലബനനിൽ വ്യാപക വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ആക്രമണത്തിൽ 89 പേർ കൊല്ലപ്പെട്ടെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. 700-ലധികം ആളുകൾക്ക് പരിക്കുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ കാടത്തമെന്ന് വിശേഷിപ്പിച്ച് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ രംഗത്ത് വന്നു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ടയർ നഗരത്തിലെ ജനവാസ മേഖലയിലുള്ള ഒരു ബഹുനില കെട്ടിടം സ്ഫോടനത്തിൽ തകരുകയും സമീപത്തെ കെട്ടിടങ്ങൾ പുകപടലങ്ങൾ കൊണ്ട് മൂടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപ് ടയർ നിവാസികൾ ഒഴിഞ്ഞുപോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ലബനനിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം ഇറാൻ തടഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയുടെ പ്രധാന നിബന്ധനകളിലൊന്നാണ് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കുക എന്നത്. എന്നാൽ ഇന്ന് രാവിലെ 2 ടാങ്കറുകളെ കടത്തിവിട്ട ശേഷം മറ്റുള്ളവയുടെ ഗതാഗതം നിർത്തിവെച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ലബനനിൽ ആക്രമണം തുടരുന്നതാണ് കാരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനശബ്ദം.